കലേ ആ പാട്ടുകാർ പെമ്പിളരൊക്കെ അവിടെ അവിടെയുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അവരെ റെഡിയാക്ക്. നമ്മുടെ തവല മീനൊക്കെ അവിടെ വരുന്നുണ്ട്. അവ നിൽക്കണം, ഇങ്ങോട്ട് വന്നേ, സമയമായി. വേണം ഉണ്ടാക്കാം, ഇപ്പൊ തുടങ്ങുമല്ലോ. പൂവാതിര ഇപ്പൊ തുടങ്ങുമല്ലോ. എന്റെ ഭഗവാനെ, അരങ്ങേറ്റ വേണ്ടി ഇങ്ങനെ നടന്നാൽ മതി, നമുക്കൊന്ന് കൂടണ്ടേ? പിന്നെ നമുക്ക് തകർത്ത് കളയാം. മറ്റവനില്ലേ കുപ്പിയാ ഒണ്ടടെ അടിച്ച് പിരുത്തുകളെ. ഈ ഫംഗ്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. നിങ്ങൾ ആ ചീഫ് ഗസ്റ്റിനെ നോക്ക്, ഞാൻ ആ റിഹേഴ്സൽ നോക്കിട്ട് വരാം. ആശാനെ മരിച്ചു പാടിക്കോണം. ഇവളുടെ ഡാൻസ് കണക്കാ. ആശാൻ പാട്ട് പാടി വേണം ഓഡിയൻസിനെ വരട്ടാൻ. അളിയാ ഒന്ന് പതുക്കെ പിടി. കൊള്ളാം, നന്നായിരിക്കുന്നു. ആ ഇനി വന്നേ. എന്താ ഇതൊക്കെ വാങ്ങാൻ കാശ് എവിടെ നിന്ന് കിട്ടി? മാല വിറ്റോ? വിറ്റല്ലേ? അയ്യോ കുഞ്ഞെ, നേരം പോവും, ബാക്കിയൂടെ അങ്ങ് തീർക്കാം. ആ ചെല്ലു ചെല്ലു ചെല്ലു. ആ റെഡി. ഇടിമന്നെ ഒന്ന് പതുക്കെ ചാട്, ഇതെല്ലാം പൊട്ടിത്തെറിച്ച് പോയല്ലോ. അയ്യോടാ. ആ ഇനിയിപ്പോ ഇതൊക്കെ മതി. ആ പിടി ആശാനെ, ഞാനിപ്പോ വരാ. ഇപ്പൊ വരാം. ഹരിക്കുഞ്ഞ്, എന്താ ആശാനെ? ഇതൊരു ഐശ്വര്യക്കേടാണല്ലോ കുഞ്ഞെ. ഏത്? അരങ്ങേറ്റത്തിന് തൊട്ടു മുമ്പ് ചെലങ്ക പൊട്ടുക എന്ന് പറഞ്ഞാൽ അപശകുനമാണ്. നമുക്ക് ഈ അരങ്ങേറ്റം ഒന്ന് മാറ്റിവെച്ചാലോ? നല്ല ഇടപാടാ. എന്റെ മാനം പോവും ആശാനെ. ആ വിശ്വാനെ കൊണ്ടുവരാന്ന് പറഞ്ഞ അയാൾ വന്നില്ല. ഇനിയിപ്പോ ഇവളുടെ ഡാൻസും കൂടി ഇല്ലെന്ന് പറഞ്ഞാ വേണ്ട, പൊട്ടിയ ചിലങ്ക വെച്ച് അങ്ങ് അരങ്ങേറിയാ മതി. വയ്യ കുഞ്ഞ്, ഞാനതിനെ കൂട്ടുനിക്കില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ വേറൊരു ചിലങ്ക കൊണ്ടുവന്നാ. വേറെ ചിലങ്ക എന്നൊക്കെ പറഞ്ഞാൽ ഞാനവിടെ പോവാനാ? ഇപ്പൊ തന്നെ സമയം 8:30 കഴിഞ്ഞു, കട അടച്ചാണ്. ഇത്തിരി വൈകി തുടങ്ങിയാലും കുഴപ്പമില്ല. പൊട്ടിയ ചിലങ്ക കൊണ്ട് അരങ്ങേറാൻ ഞാൻ സമ്മതിക്കില്ല. ആ കുഞ്ഞൊരു കാര്യം ചെയ്യും, എന്റെ വീട്ടിൽ ഒരു ജോഡി ചിലങ്ക ഇരിപ്പുണ്ട്, അത് പോയി എടുത്തോണ്ട് വാ. ശരി, നിങ്ങൾ റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്തു, ഞാൻ പോയി ചിലങ്ക എടുത്തോണ്ട് വരാം. ശരി, ഓക്കെ. ഹരി, അല്പം വൈകിയാലും സാരമില്ല, അധികം സ്പീഡിൽ ബൈക്ക് ഓടിക്കരുത്. നീ വിഷമിക്കാരി, ഞാൻ ഇപ്പൊ ഇനി എത്തത്തില്ലേ. ആ ചെല്ലേ. അന്ന് രാത്രി ഹരിയുടെ ഡെഡ് ബോഡിയാണ് ഞാൻ കണ്ടത്. ആക്സിഡന്റ് ഉണ്ടായ ശേഷം 3 മണിക്കൂറിലധികം ആരും കാണാതെ ഹരി വഴി കിടന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോ പോലും ഹരിക്ക് ജീവനുണ്ടായിരുന്നു. അപകടം ഉണ്ടായപ്പോ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഹരി രക്ഷപ്പെടുമായിരുന്നു ഡോക്ടർമാരെല്ലാം പറഞ്ഞു. അതിനുള്ള സന്മനസ് പോലും ഹരിയെ അപകടപ്പെടുത്തിയ ആൾക്കുണ്ടായില്ല. ആരായിരുന്നു അയാൾ? അറിയില്ല. ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യനാണ് എന്റെ ജീവിതം തകർത്തത്. അയാളാണ് ഇന്ന് എന്റെ ഏറ്റവും വലിയ ശത്രു. ശ്യാമേ, എന്നാണ് അപകടം ഉണ്ടായത്? 2 വർഷം മുമ്പ് 83 ഡിസംബർ 7-ാം തീയതി. എന്ത് പറ്റി?
സാറേ, അയ്യോ സാറ് എവിടെ പോയാവോ? എന്നാലും പൊന്ന് സാറേ, ഇത് കുറെ കടുപ്പായി പോയി. ഈ കൊടും തണുപ്പത്തിൽ ഇവിടെ ഒന്ന് കിടന്നല്ലോ. സാറേ, 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 സാറേ. എങ്ങനെയുണ്ട് ഡോക്ടർ? നല്ല ടെമ്പറേച്ചർ ഉണ്ട്. ആരെങ്കിലും എന്റെ കൂടെ വന്നാൽ കുറച്ച് ടാബ്ലറ്റ്സ് തന്നേക്കാം. അച്ഛാ, എങ്കിൽ ഞാനിവിടെ പോയിട്ട് ആ ഡ്രൈവറെ മരുന്ന് കൊടുത്തയക്കാം. എനിക്ക് ആ ഉത്സവ കമ്മിറ്റിക്കാരെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. അവർ കാത്തിരിക്കും. എന്നാ നീ പോയിട്ട് വാ. വരൂ ഡോക്ടർ. വരട്ടെ. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ഇപ്പോഴും ബോധം വീണിട്ടില്ലല്ലോ. അത് സാരമില്ല. ടെമ്പറേച്ചർ കൂടിക്കൊണ്ടുള്ളൊരു മയക്കമാണ്. അത് മാറിക്കൊള്ളൂ. പിന്നെ ഉണർന്നു കഴിയുമ്പോൾ ആഹാരം ഒന്നും കൊടുക്കണ്ട. വല്ല പാലം ഒറ്റ കൊടുത്താൽ മതി. ഞാൻ വരട്ടെ. എന്റെ പൊന്നു കുഞ്ഞ്, ഞാൻ ചെന്ന് നോക്കുമ്പോഴേ പുറത്ത് അലച്ചേട്ടി കിടക്കുകയല്ലേ. ആദ്യം ഞാൻ വിചാരിച്ചു ഉറങ്ങുകയാണെന്ന്. സാധാരണക്കാരും ഇവിടെ പുറത്തു നിന്ന് ഉറങ്ങാറില്ലല്ലോ. പിന്നെ എഴുത്തുകാരും സിനിമാ സംവിധായകരും എന്നൊക്കെ പറയുമ്പോ ഒരുമാതിരി വട്ടുകേസാണല്ലോ. പിന്നെ ഞാൻ ഓർത്ത് വല്ല മൂടോ മറ്റോ വരാൻ വേണ്ടി പുറത്തു നിന്ന് കിടക്കുകയാണെന്ന്. കുഞ്ഞേതേ, ഞാൻ ചെന്ന് തൊട്ട് നോക്കുമ്പോഴേ ഇങ്ങോട്ട് നോക്കിയേ, തീ പോലെ പൊള്ളുന്നു. ഷോ, ഒരു കാറ്റ് ദേ ഇതിലേ വന്നിട്ട് എന്റെ ദേ ഇതിലേ അങ്ങ് പോയി. അഞ്ചരക്കട്ടയ്ക്ക് നീലാംബരി വേണം വെള്ളി വീഴുമല്ലോ. അപ്പുണ്ടാവുന്ന ഒരു അതുപോലെ ഒരു ഇതിലേ. പഞ്ചസാര എവിടെ വെച്ചിരിക്കുന്നത്? പഞ്ചസാര എന്നാ ഇത് ഉപ്പാ. പഞ്ചസാര എവിടെ? ഉപ്പാണല്ലേ? അപ്പൊ പഞ്ചസാര അലമാരി കാണും. പഞ്ചസാര നീല. ഉച്ചയ്ക്കിന്ന് ചാപ്പാടില്ല. ദേ ഇതേ ഉള്ളൂ. എന്നോടൊന്നും തോന്നരുത് കേട്ടോ. ഡോക്ടറുടെ സ്ട്രിക്റ്റ് ഓർഡറാ. എന്താ, തണുക്കുന്നുണ്ടോ? ഇല്ല. പനിയൊക്കെ പോയല്ലോ. ശ്യാമ പോയിക്കോളൂ. അപ്പുക്കുട്ടനുണ്ടല്ലോ ഇവിടെ. ഈ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചു. പാല് കുടിക്കാൻ. നീ വിശ്വന്റെ അടുത്ത് കയറിയോ? ഇല്ല, നല്ല വിശപ്പ്. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. വിശ്വൻ എങ്ങനെയുണ്ട്? ബോധം വീണേ പിന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പാവം നല്ല ക്ഷീണമുണ്ട്. അങ്ങേരെന്തിന് ഈ തണുപ്പത്ത് പുറത്തു പോയി കിടക്കാൻ പോയത്? ആവോ, ചോദിച്ചിട്ട് അവൻ ആ കാര്യം ഒരു ഓർമ്മയില്ല. ശ്യാമയുടെ അവളോട് ഞാനവിടെ നിന്നോളാൻ പറഞ്ഞു. ആ അപ്പുക്കുട്ടിനെ കൊണ്ട് എന്തോ ആവാനാ. വൈകിട്ട് ഞാൻ അമ്പലത്തിൽ പോകുമ്പോ കൂട്ടിക്കോട്ട് വരാമല്ലോ. എടാ, നീ ആ തോമസ് ജോണിനെ വിളിച്ചിട്ട് പേടിക്കാനൊന്നുമില്ല, ഓടി ഇങ്ങോട്ട് വരികയൊന്നും വേണ്ടെന്ന് പറയണം. അയാളെ അറിയിക്കേണ്ട ഒരു ചുമതലയുണ്ടല്ലോ നമുക്ക്. ഇപ്പഴെങ്ങനെയുണ്ട് മോളെ? നല്ല കുറവുണ്ട്. ഇതെന്താമേ, കഞ്ഞിയാണോ? വിശ്വൻ ഉറങ്ങുക? അല്ല, വെറുതെ കിടക്കുക. അപ്പൂട്ടാ വീക്കിലിംഗ് കണ്ണടിങ്ങൾ. അമ്മ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. അതെ, വിശ്വന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ട്. വേഗം സുഖമാകും. ഇതെന്താ? ഇത്ര കഞ്ഞിയാ. ഇതൊക്കെ എന്തിനാ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്? അപ്പുക്കുട്ടനല്ലേ ഇവിടെ? അതെ. ആര്? യവനോ? യവൻ ചോറുണ്ടാക്കിയ തന്നെ കഞ്ഞിയാ. അപ്പൊ പിന്നെ കഞ്ഞി ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? കഞ്ഞിയുടെ കാര്യത്തിൽ മാത്രമല്ല കൊച്ചമ്മേ, സംഗീതത്തിന്റെ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെയാ. ഈ മോഹനം പാടിക്കൊണ്ടിരിക്കുമ്പോ ഗാന്ധാരം ഇടയ്ക്ക് കയറി വന്നാൽ അത് കല്യാണിയായിട്ട് മാറും. ഈ മോഹനത്തിന്റെ ആരോഹണം എന്ന് പറയുന്നത്
സരിഗ പദ സാദാ പഗരീസ. അപ്പുക്കുട്ടാ, എന്തോ അപ്പൊ ഞങ്ങള് വരട്ടെ. ഉം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. നമുക്ക് പോകാം മോളെ. സർ, ഞാൻ പോട്ടെ. ഉം, അധിക നേരം ഉറക്കളയ്ക്കാതെ നേരത്തെ കിടക്കണം. ഉം. ഹലോ, ഞാനാ ശ്യാമ. കഞ്ഞി കുടിച്ചോ? ആ, കറിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ? ആകെ ഒരു ചമ്മന്തിയും പപ്പടവും. ആ, വൈകിട്ട് കഴിക്കാനുള്ള മരുന്ന് കഴിച്ചോ? ഉം. എന്ത് ചോദിച്ചാലും ഒരു മൂളല്. എന്ത് പറ്റി സാറിന്? ഒന്നുമില്ല, ഞാൻ വേറെന്തോ ആലോചിച്ചിരുന്നു പോയത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല, പിണക്കൊന്നുമില്ലല്ലോ? ഇല്ല. ഞാനങ്ങ് പേടിച്ചിരിക്കായിരുന്നു. ആ, നല്ല തണുപ്പുണ്ട്. രാത്രി പുറത്തെങ്ങും പോയി കിടന്നുകളയല്ലേ? ഇല്ല. ഗുഡ് നൈറ്റ്. അല്ല, ഇതാര് തോമാച്ചനോ? താൻ മരുന്ന് വഴിയാണ്? അല്ല, വിഷുവിനെ കണ്ടിട്ട് വരിക. വിശ്വൻ എങ്ങനെയുണ്ട്? പാനിയൊക്കെ പോയി. വാ. ഇരിക്കുന്നു തോമാച്ച. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചന്ദ്ര, ആകെ കുഴയുമെന്നാ തോന്നുന്നത്. എന്തു പറ്റി? വിശ്വന് എന്റെ കൂടെ നാട്ടിൽ വരണമെന്നാ പറയുന്നത്. അതെന്താ ഇത്ര പെട്ടെന്ന്? അവൻ ഇവിടെ ഇരുന്ന് ആകെ ബോറടിച്ചെന്ന്. അതിനിടയ്ക്കൊരു നശിച്ച പനി. നാട്ടിൽ വന്നാൽ അവന്റെ സ്വഭാവം മാറും, എഴുത്ത് നടക്കില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. എന്നെ കണ്ടതാ കുഴപ്പമായത്. അതിന് വിശ്വനും തോമാച്ചനും തമ്മിലുള്ള ഇരിപ്പ് അങ്ങനെയാണല്ലോ. കാര്യമൊക്കെ ശരിയാ, പക്ഷെ അവന്റെ ചില നേരത്തെ സ്വഭാവം കാണുമ്പോഴാ എനിക്ക്. അല്ല, നീ എങ്ങോട്ടെങ്കിലും പോകാനുള്ള പരിപാടി? എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം. ഈ വർഷത്തെ രഥോത്സവം നടത്തുന്നത് ഞങ്ങളാ. അമ്മയുടെ ഒരു നേർച്ചയാ. ആ, എന്നാ പോകുന്ന വഴിക്ക് നമുക്ക് വിശ്വനെ ഒന്ന് കണ്ടിട്ട് പോവാം. നീ പറഞ്ഞാ ചിലപ്പോ അവൻ കേൾക്കും. ആ, തോമാച്ചൻ പറഞ്ഞാൽ കേൾക്കാത്ത കാര്യം ഞാൻ പറഞ്ഞ എങ്ങനെയാ കേൾക്കുന്നത്? അതല്ലടോ, ഈ രഥോത്സവം എന്നൊക്കെ പറയുമ്പോ വിശ്വൻ ചിലപ്പോൾ നിൽക്കും. നമ്മുടെ പടത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് തന്നെ രഥോത്സവമാണല്ലോ. അത് കാണാനുള്ള താല്പര്യം വിശ്വനും ഉണ്ടാകും. നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാ മതി. ആ, നോക്കാം. ഏതായാലും ആദ്യം എനിക്ക് അമ്പലത്തിലൊന്നും തല കാണിക്കണം. അതിന് ശേഷം അങ്ങോട്ട് പോവാ. ഓഹോ, എന്നാ വാ. സാറിന് ഞങ്ങളെയൊക്കെ ഇത്ര പെട്ടെന്ന് ബോറടിച്ചോ? ഞാൻ പോടുമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടൊന്നുമല്ല. എന്തോ എനിക്കറിയില്ല, ആകെ കൂടെ വല്ലാത്തൊരു അസ്വസ്ഥത. ഒന്നും ചെയ്യാനും തോന്നുന്നില്ല. ഒരു ചെറിയ പനി വന്നെന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് ഫെഡപ്പായാലോ? ഇവിടെ നോക്കാൻ ആരുമില്ലെന്ന് ഓർത്താണെങ്കിൽ അവിടെ ചെന്നാലും ആരാണുള്ളത്? പോണമെന്ന് കൺഫേംഡ് ആയിട്ട് തീരുമാനിച്ചിട്ടൊന്നുമില്ല. രാവിലെ തോമാച്ചനെ കണ്ടപ്പോ അങ്ങനെ തോന്നി. പറയാൻ അവകാശമില്ലെന്നറിയാം, എന്നാലും പറയാണ്. രഥോത്സവം കഴിയുന്നവരെങ്കിലും സാറ് പോകരുത്. ഉത്സവം നടക്കുമ്പോ അതെല്ലാം സാറിനെ കൊണ്ട് കാണിക്കണമെന്നൊരാശ. ഒന്നിനുമല്ല, വെറുതെ. ഞാൻ പറഞ്ഞില്ലേ ശ്യാമേ, പോണമെന്ന് തീരുമാനിച്ചിട്ടില്ല. പോകാതിരിക്കാനാണ് സാധ്യത. താങ്ക് യു.